തട്ടിയത്. നമ്മൾ ഇനി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. വ്യവസായിയിൽ നിന്ന് 5 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. ഭാര്യയെ സെക്സ് റാക്കറ്റിനെ വിൽക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് തെലങ്കാന സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് പണം തട്ടിയെടുത്തത്. നെയ്യാറ്റിൻകര അരുവിപ്പുറം സ്വദേശിനി റോഷ്നി സുരേഷ്, സുഹൃത്തുക്കളായ ജിബിൻ, ഉണ്ണിമോൾ ജിബിൻ, അഭിഷേക് എന്നിവർക്കെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഗോകുൽനാഥ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഗോകുൽ, പറഞ്ഞോളൂ. ഷിഹാസ്, തിരുവനന്തപുരത്ത് വൻ ഹണി ട്രാപ്പ് തട്ടിപ്പെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. വ്യവസായിയെ ഭീഷണിപ്പെടുത്തി ഏകദേശം 5 കോടിയോളം രൂപ തട്ടിയെടുത്തുന്ന പരാതിയിലാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര സ്വദേശിക്കും 3 സുഹൃത്തുക്കൾക്കുമെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. തെലങ്കാന സ്വദേശിയായ വിജയകുമാർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ വിജയകുമാർ കമ്പനി നടത്തിവരികയാണ്. കമ്പനി ലാഭവിഹിതത്തിന് പുറമെ ഫ്ളാറ്റും സ്ഥലവും സ്വർണവും പ്രതികൾ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തു. മാത്രമല്ല, ഈ കൂടുതൽ പണം നൽകിയില്ലെങ്കിൽ ഭാര്യയും കുട്ടിയെയും തട്ടിയെടുത്ത് കൊലപ്പെടുത്തുമെന്നും ഭാര്യയെ സെക്സ് റാക്കറ്റിനെ വിൽക്കുമെന്നുമാണ് പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായിട്ടും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഏകദേശം 5 വർഷം മുൻപാണ് ഈ നെയ്യാറ്റിൻകര സ്വദേശിയായ യുവതിയും വിജയകുമാറുമായി ബന്ധമുണ്ടാകുന്നത്. അതിന്റെ ചില ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ഈ യുവതിയുടെ കയ്യിലുണ്ട്. ആ യുവതി ഇപ്പോൾ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നുള്ളതാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ പോലീസ് നിലവിലുള്ളത്. എന്തായാലും ഇപ്പോൾ പരാതിയിൽ പറയുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതായത് 5 കോടി രൂപയും സ്വർണവും പണവും ഫ്ളാറ്റും അടക്കം തട്ടിയെടുത്തിട്ടുണ്ട്. പല കാലങ്ങളായിട്ടാണ് ഈ പണം തട്ടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ പരാതിയിൽ റോഷ്നി സുരേഷ്, അത് നെയ്യാറ്റിൻകര സ്വദേശിയാണ്. മാത്രമല്ല, കേസിലെ 1ാം പ്രതിയുമാണ്. ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ജിബിൻ, ഉണ്ണിമോൾ ജിബിൻ, ജിബിന്റെ ഭാര്യയാണ് ഉണ്ണിമോൾ ജിബിൻ, സുഹൃത്തുക്കളായിട്ടുള്ള അഭിഷേക് എന്നിവരാണ് മറ്റ് പ്രതികൾ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ വഞ്ചിയൂർ പോലീസ് ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഷിഹാസ്, ശരി, ഗോകുൽനാഥാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.